നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 28/11/2025 വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 185 രൂപ 50 പൈസ, RSS 5 കിലോ 181 രൂപ, ISNet 165 രൂപ, ലാറ്റക്സ് 60% DRCയുള്ള 126 രൂപ 80 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 185 രൂപ 50 പൈസ, RSS 5 കിലോ 181. ഇതാണ് രാവിലത്തെ കൊച്ചി വില. കേരളത്തിലെ മറ്റിനം ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 176, ലോട്ട് കിലോ 165 മുതൽ 170. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 175, RSS 5 കിലോ 170. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയുള്ള ഒട്ടുപാൽ കിലോ 121 രൂപ 50 പൈസ, 60% DRCയുള്ള ഒട്ടുപാൽ നോക്കുമ്പോൾ 92 രൂപ 63 പൈസ. ഇനി കേരളത്തിലെ ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 168, 25% DRCയുള്ള 200 ലിറ്റർ ഭാരമുള്ള 8400, 30% DRCയുള്ള 200 ലിറ്റർ ഭാരം 10080, 35% DRCയുള്ള 200 ലിറ്റർ ഭാരം 11760. ഈ കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 170 രൂപ 50 പൈസ, RSS 5 173 രൂപ, ISNet 160 രൂപ മുതൽ 160 രൂപ 50 പൈസ, RSS 4 177 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയുള്ള ഒട്ടുപാൽ കിലോ 102 രൂപ 50 പൈസ മുതൽ 114 രൂപ. ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിംഗ് നടത്തിക്കൊണ്ട് കവറിട്ട മരങ്ങളും ടാപ്പ് ചെയ്യാൻ സാധിച്ചു. അനുകൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ റബ്ബർ ടാപ്പിങ്ങിന്. എന്നാൽ അന്തരീക്ഷം കണ്ടാൽ ഇപ്പം മഴ മഞ്ഞുമുണ്ട്. ഇനി കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 11,710, ഒരു ഭവൻ 93,680. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 12,775, ഒരു ഭവൻ 1,02,200. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9,581, ഒരു ഭവൻ 76,648. ഇന്നലത്തെ സ്വർണ്ണത്തെ വിലയിൽ 1 ഗ്രാമിൻ്റെ മുകളിൽ 15 രൂപയും ഒരു ഭവൻ്റെ മുകളിൽ 120 രൂപയാണ് കൂടിയിരിക്കുന്നത്. കേരളത്തിലെ തേങ്ങ വില നോക്കുമ്പോൾ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90, പച്ചത്തേങ്ങ 60 മുതൽ 80, കൊപ്ര എടുത്തപടി 212, വെളിച്ചെണ്ണ ലിറ്ററിന് 480, കൊക്കോ 340, കച്ചോല 675, വെളിച്ചെണ്ണ ലിറ്റർ 450, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 694, കുരുമുളക് ഗാർബിൾഡ് കിലോ 714, കുരുമുളക് പുതിയത് 684, കുരുമുളക് വയനാടൻ 680, കുരുമുളക് ചേട്ടൻ 670, ചുക്ക് ബെസ്റ്റ് 300, മഞ്ഞൾ സേലം 155, അടയ്ക്ക പുതിയത് 350, അടയ്ക്ക പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 270. എന്തായാലും സ്കൂൾ ബസ്സുകളിൽ ക്യാമറ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതായ തീരുമാനം തന്നെയാണ്. അതിലൂടെ സ്കൂൾ ബസ്സുകളുടെ അപകടങ്ങൾ കുറയുകയും ചെയ്യും. വളരെ സുരക്ഷിതമായ ഡ്രൈവർ ബസ്സുകൾ കൊണ്ടു നടക്കുകയും ചെയ്യും. എന്തെങ്കിലും പ്രശ്നം തന്നാൽ ഈ ക്യാമറയിൽ പിടിക്കുകയും ചെയ്യും. KV ഗണേഷ് കുമാറിന് ഗതാഗത മന്ത്രിയായിട്ടുകൂടി പലവിധമായ നിയമങ്ങളാണ് ഗതാഗത വകുപ്പിൽ കൊണ്ടുവരുന്നത്. അതെല്ലാം നല്ല രീതിയിൽ പ്രാവർത്തികമാവുകയും ചെയ്യും. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല നിയമങ്ങളും ഇതിലുണ്ട്. ഇത് മിക്ക റെക്കോർഡ് കളക്ഷനുകളാണ് ഇപ്പോൾ KSRTCയിൽ കടന്നു പോകുന്നത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.